ഒരു സത്യം കേൾക്കാൻ തയ്യാറാണോ? എല്ലാ വിവാഹവും ലൈഫ് ടൈം ആയിരിക്കില്ല. ചില ആളുകൾ എത്ര സിൻസിയർ ആയാലും എത്ര പ്രണയം കൊടുത്താലും അവരുടെ റിലേഷൻഷിപ്പ് ഫ്ലോപ്പ് ആവും. ഇത് അവരുടെ തെറ്റല്ല, പക്ഷെ അവരുടെ നേച്ചറാണ്. ചില തീയതികളിൽ ജനിച്ചവർക്ക് ഒരാൾ മതി എന്നത് വളരെ റെയറാണ്. അവർക്ക് പ്രണയം വേണം, പക്ഷെ ഒരേ സമയം തന്നെ അവർക്ക് സ്വാതന്ത്ര്യവും വേണം. ഈ വീഡിയോയിൽ പറയുന്ന ദിവസങ്ങൾ നിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നീ ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് എന്തും കൊണ്ട് ഈ തീയതിയിൽ ജനിച്ചവർക്ക് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവില്ല എന്നതും, അതായത് അവരുടെ പ്രണയം നിലനിൽക്കില്ല എന്നതും, അവരുടെ ഹിഡൻ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും, രണ്ടാം വിവാഹം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതും. ഇത് മനസ്സിലായാൽ നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനും പറ്റും. 5, 14, 23 തീയതികളിൽ ജനിച്ചവർ ഇവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്നറിയോ? ഫ്രീഡം ആണ്, അതായത് സ്വാതന്ത്ര്യം. പക്ഷെ ഒരേ സമയം അത് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സുമാണ്. കാരണം ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഒരിടത്ത് നിൽക്കാൻ ഇഷ്ടമല്ല. പുതിയ അനുഭവങ്ങൾ തേടി പോവുകയും ചെയ്യും, പുതിയ ആൾക്കാരെ തേടി പോവുകയും ചെയ്യും. എക്സൈറ്റ്മെന്റ് ഇവർക്ക് ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്ട്ണറോട് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. എന്തും കൊണ്ടാണ് ഇവരുടെ ബന്ധം തകരുന്നത്? ആദ്യ വിവാഹത്തിൽ ഇവർ മുഴുവൻ സ്നേഹവും നൽകും, പാർട്ട്ണറെ ഇംപ്രസ് ചെയ്യും, കെയർ ചെയ്യും, അറ്റൻഷനും കൊടുക്കും. പക്ഷെ കുറച്ച് മാസം കഴിഞ്ഞാൽ ഇതേ വ്യക്തി തന്നെ ബോറായി തോന്നും. നിങ്ങൾക്ക് റൊട്ടീന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഡിസ്കണക്റ്റ് ആവും. നിങ്ങളുടെ രണ്ടാം വിവാഹം നടക്കാൻ കാരണം നിങ്ങൾ വീണ്ടും എക്സൈറ്റ്മെന്റ് നോക്കും, പുതിയ ആളിൽ പുതിയ ത്രില്ല്. അതുകൊണ്ടാണ് രണ്ടാം വിവാഹം സംഭവിക്കുന്നത്. രണ്ടാം വിവാഹത്തിന് ശേഷം ആദ്യത്തെ വിവാഹത്തിൽ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് പാർട്ട്ണറിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ബോറടിക്കും, വിശ്വാസക്കുറവ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അടുത്തത് 6, 15, 24 തീയതികളിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ പ്രണയത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ സ്വഭാവം വളരെ റൊമാൻറ്റിക് ആണ്. ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുതലാണ്. പാർട്ട്ണറെ ഒരുപാട് വാല്യൂ നിങ്ങൾ കൊടുക്കും, വളരെ കെയർ കൊടുക്കും, പൊസസീവ്നെസ്സും കൂടുതലായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ പ്രണയമല്ല, എക്സ്പെക്റ്റേഷനാണ്. നിങ്ങൾ പാർട്ട്ണറിൻ്റെ നിന്ന് പെർഫെക്റ്റ് പ്രണയം പ്രതീക്ഷിക്കും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ടാവും.